കർമ്മങ്ങൾ എന്താണ്ടപ്പാ വരാണ്ടാ? എന്താ സാധാ കേട്ടോ, കുറെ നേരമായി വാതിൽ മുട്ടാൻ തുടങ്ങിയിട്ട്. നല്ല ഉറക്കമാണല്ലേ? ഉച്ചയ്ക്ക് 4 വിട്ട് കിടന്നുറങ്ങാണെന്ന്, എന്നിട്ട് ഇപ്പോഴാണ് എണീക്കണത്. എന്ത് പരിപാടിയാണ് സഹോദര കേട്ടോ നിങ്ങൾ ചെയ്യണത്? ഒന്നും പറയണ്ടല്ലോ ചങ്ങാതി. ഗൾഫിൽ നിന്ന് ആ ഫൈസ് വന്നിട്ടുണ്ടേ. അവന്റെ ക്വാറന്റൈൻ സമയം കഴിഞ്ഞപ്പോ ഉച്ചയ്ക്ക് ഒരു ഫുള്ളുമായിട്ട് വന്നു. 4-5 ചടചടേന്ന് അങ്ങ് വിട്ടു. അതോടെ ഉറങ്ങിപ്പോയി. നിങ്ങൾ ഇങ്ങനെ അടിച്ചിട്ട് കിടന്നോളി സഹദേവേട്ടാ, ചങ്ക് വാടി പോവും. ഞാൻ ഇരട്ടച്ചങ്ങനാടാ. എന്നാ ഗ്ലാസും വെള്ളം കുടിക്കേ. അതിന്റെ കൂടെ ചാക്കനോട് എടുത്തോളേൻ, അപ്പോഴേ ഒരു സുഖം ഉണ്ടാവും. കളിക്കണ്ടട്ടാ. 10 ആളുകൾ കൂടി ഒരു ഗ്ലാസ്സിൽ കള്ളു കുടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. എന്നാൽ ഒറ്റ ഗ്ലാസ്സിൽ 10 ആളും കൂടി ചായ കുടിക്കുമോ? അപ്പോൾ വേറെ വേറെ ഗ്ലാസ്. അതല്ലേ സഹദേവേട്ടാ കള്ളിന്റെ പവറേ. ഇപ്പോ ഒരു ഗ്ലാസ്സിൽ കുടിച്ചാൽ പണി കിട്ടണ്ടാ. അതിനും കള്ളും സാനിറ്റൈസർ അല്ലേ? അടുത്ത് ഒഴിക്കട്ടെ സഹദേവേട്ടാ? അങ്ങനെ പെട്ടെന്ന് അടിച്ച് തീർക്കണ്ടാന്ന്, മെല്ലെ മെല്ലെ കഴിച്ചാൽ മതി. എന്നാ ഒഴിക്കാം അല്ലേ? ഓ ഒഴിക്കുന്നേ. മോഹനോ, നിന്റെ കയ്യില് ആ വെൽഡർ ബാബുവിൻ്റെ നമ്പർ ഉണ്ടാ? ഓ അടിച്ചോളിന്ന്. നമ്പർ 9895997040. എടുത്തില്ലാന്ന്. എന്തെങ്കിലും തിരക്കിലായിരിക്കും. എന്നാ പിന്നെ സഹദേവ കേട്ടോ, അടുത്തത് ഒഴിക്കല്ലേ എന്ന്. തുടങ്ങി സഹദേവേട്ടോ. ഇങ്ങനെയൊക്കെ ആയെങ്കിൽ ഞങ്ങളിങ്ങനെ വരില്ല കേട്ടോളേ. എത്ര വർഷമായി നിങ്ങളെ പെണ്ണ് നിങ്ങളെ ഒഴിവാക്കിയിട്ട്, എന്നിട്ട് ഇപ്പോഴും നിങ്ങൾ അതാലോചിച്ച് കരയുകയാണ്. ഓ കർമ്മം. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവൻ്റെ മനോവിഷമം നിനക്കൊന്നും പറഞ്ഞാ അതൊന്നും മനസ്സിലാകില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആവേണ്ടതല്ല. സഹദേവേട്ടാ ഒരു മിനിറ്റ്, അത്യാവശ്യം ഒരു കോള് വരുന്നുണ്ട്. നിനക്കൊക്കെ കേൾക്കണോ? ഞാൻ പണ്ട് സഹദേവ കേട്ടോ, എനിക്കും ഒരു കോള് വരുന്നുണ്ട് കേട്ടോളേൻ. എടാ സോനുവേ, നിനക്ക് മാത്രമേ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളടാ. സഹദേവേട്ടാ ഒരു മിനിറ്റ്, ഒരു കൊല വിളിക്കാന്ന് പറഞ്ഞു പോയി, അതുകൊണ്ടാണ് കേട്ടോളി. ചേടാ, 2 വിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ തമാശകളോ പറഞ്ഞിരിക്കാന്ന് വെച്ചാ മനോഹര, മനോഹര എന്താണ്ടാ? ഒരു മിനിറ്റ് സഹദേവേട്ടോ, മിണ്ടാതിരിക്കി. മോഹന, മോഹന, ഒരു മിനിറ്റ്. ഇവന്മാരുടെയൊക്കെ ഒരു മൊബൈലും വാട്സപ്പും കർമ്മങ്ങൾ. ഇനി ഫോണുകളിൽ കൂടി പരസ്പര ബന്ധം കൂടിയായ എല്ലാത്തിനും ഒരു തീരുമാനമായി. കർമ്മം കർമ്മം. ഇവന് ഈ അസുഖമില്ലായിരുന്നല്ലോ. ബിജുവേ, കഴിഞ്ഞ തവണ കണ്ടപ്പോ നീ പറഞ്ഞില്ലേ ഞാൻ ആ ഗെല്ലും തോലുവായിന്ന്. നീ എന്നെ ഒഴിവാക്കോ? ബിജു. ഇല്ലടി ബിജു ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ലോക്ക്ഡൌൺ ആയപ്പോ എല്ലാരും ഫുഡ് അടിച്ച് വീർത്തപ്പോ ഞാനൊന്നും സഹദേവേട്ടാ അത്യാവശ്യ കോളാണ് കേട്ടോളി. ഏയ് ഇല്ലെന്നേ, അത് അവിടുന്ന് വിളിക്കുന്നതാ. കാര്യമൊന്നും നീ പറയടേ ഉണ്ണേ. എന്താണ്ട് മൊത്തേ, വീട്ടുകാരൊക്കെ വരാൻ താമസിക്കുവോ? താമസിച്ചിട്ട് എന്തിനാ? ഹലോ. ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
മിസ് കോൾ കണ്ടു. ഞാൻ സഹദേവനാണേ. ഇത് വെൽഡർ ബാബുവിന്റെ നമ്പർ അല്ലേ? ബാബുവോ? ആ, വെൽഡർ ബാബു. റോങ് നമ്പർ. ഹലോ. ഹലോ, ആ, ഹലോ. നിങ്ങൾ ശരിക്കും നമ്പർ തെറ്റി തന്നെയാണോ വിളിച്ചത്? എന്താ ഉദ്ദേശം? ആ, ഓ അതെ എന്റെ പെങ്ങളെ, സത്യമായിട്ട് നമ്പർ മാറി വിളിച്ചു പോയതാണേ. എന്നെ വെറുതെ വേജാറാക്കണ്ട കേട്ടോളി. എന്റെ കെട്ടിയോൾ എന്നെ വിട്ടുപോയി. ഞാൻ ഒറ്റയ്ക്കായിരിക്കണം കേട്ടാ. നിങ്ങൾ എന്നെ അത്രയ്ക്കെത്തും പറഞ്ഞ് വെറുതെ വേജാറാക്കണ്ട കേട്ടോളി. ആ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ വല്ലാതെ ബേജാറായോ? പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ടാ. ആരെയും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സോറി കേട്ടോ. ഓ, ഇന്നലെ വിളിച്ചതാണ്. അത് ഞാൻ വെല്ലർ ബാബുവിനെ വിളിച്ചതാണേ. ഒരു നമ്പർ മാറിപ്പോയി പെങ്ങളെ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോളേ. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. എന്നെ പെങ്ങളെയൊന്നും വിളിക്കണ്ട, ജാൻസി അങ്ങനെ വിളിച്ചാ മതി. അതാണ് എനിക്കിഷ്ടം. ആ, അങ്ങനെ വിളിക്കണതാണ് ഇഷ്ടം. നിറയെ വിളിക്കാട്ടോളി. നമ്മളെ തമ്മിൽ ഇനി വിളിക്കണോ? വിളിക്കാം അല്ലേ? എനിക്കിന്നലെ ദേവൻ ചേട്ടനുമായി സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ എന്തോ ഉറക്കം വന്നതേയില്ല. എന്താന്ന് ശല്യക്കാരായിരിക്കും ഒന്ന് പേടി കൊണ്ടാണ്. ഞങ്ങളങ്ങനെ കുഴപ്പക്കാരൊന്നും അല്ല കേട്ടോളി. നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട കേട്ടോളി. എന്റെ പെണ്ണ് വേറൊരുത്തിന്റെ കൂടെ പോയി. ഞാൻ ഒറ്റയ്ക്കാ ജീവിക്കുന്നതേ. എനിക്ക് ആരും ഇല്ല കേട്ടോളി. ചേട്ടൻ ഇട്ടിട്ട് പോയാൽ ഭാര്യയ്ക്ക് എങ്ങനെ മനസ്സ് വന്നു? ചേട്ടൻ നല്ല ആളാണെന്ന് ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ചേട്ടന് മറ്റൊരു കല്യാണം കഴിച്ചൂടെ? ഓ, ഇനിയിപ്പൊ എന്ത് കല്യാണം? ഇനി കെട്ടണേ തന്നെ ഒരു പെണ്ണിനെ ഒത്തുകിട്ടണ്ടേ? ഞാൻ മതിയോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? തമാശയാണ്. അയ്യോ, തമാശയല്ലത്, സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ഞാൻ മതിയോ? പറ, എന്നെ ഇഷ്ടല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? ഊണ് കഴിച്ചോ? ഓ, ഇല്ല, ഒരാൾ വരാനുണ്ടേ. രണ്ടെണ്ണം അടിച്ചിട്ട് വേണം കഴിക്കാനേ. അടിച്ചിട്ടോ? അപ്പൊ ചേട്ടൻ സ്മോൾ അടിക്കോ? അല്ല, എനിക്ക് അങ്ങനെയുള്ളവർ ഇഷ്ടമല്ലോ. അല്ല, മോളടിയുടെ കാര്യം അല്ല പറഞ്ഞത്. രണ്ടുപേര് വരാനുണ്ടേ. അവർക്കും കഴിക്കണം. അവര് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് വെച്ചു. അല്ലാതെ ഞാൻ കള്ളുപിടിക്കുന്ന ആളെ അല്ല കേട്ടോളി. നല്ല കുട്ടിയായിട്ട് ഊണ് കഴിച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വിളിക്കാം. ഓക്കെ ഓക്കെ.
അല്ല, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെട്ടത്? ഇതൊക്കെ സത്യമാണോ? ഭാര്യയില്ലാത്ത ഒരു അനാഥനാണേ, വെറുതെ വട്ടാക്കാണ്. നമ്മള് തമ്മില് കണ്ടിട്ട് എന്നാ ഞാൻ പോലുമില്ലല്ലോ. ഫോൺ വെക്കാൻ പോവാ. അയ്യോ വെക്കല്ലേ, ഞാൻ സംശയം കൊണ്ട് ചോദിച്ചാണേ, അല്ലാതെ വേറൊന്നും ഇല്ല കേട്ടോ. എന്നാ ഞാൻ സംശയമൊന്നും വേണ്ട കേട്ടോ. എനിക്ക് സ്നേഹിക്കണം, കൊതി തീരെ അല്ല, സ്നേഹിക്കണം. ഭർത്താവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ? പുരുഷന്മാർക്ക് മാത്രമേ തെറ്റ് ചെയ്യാൻ പാടുള്ളൂ? ഒരു തെറ്റുമില്ല. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഉള്ളതും ഇല്ലാത്തതും എനിക്ക് ഒരുപോലെയാ. 19 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിച്ചത് തന്നെ. 2 കുട്ടികൾ എങ്ങനെയൊക്കെയോ ഉണ്ടായി. സ്നേഹിക്കാൻ അയാൾക്കറിയില്ല. ഒരു മുരടൻ. എൻ്റെ 27 വയസ്സിന് ശേഷം അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏതോ ഒരുത്തിയായിട്ട് അയാൾക്ക് ബന്ധമുണ്ട്. ചോദിക്കുമ്പോൾ പെങ്ങളാന്നാ പറയുന്നേ. അത് സത്യമാണെങ്കിലോ? സത്യമായിരിക്കുമെന്ന്. പച്ചക്കള്ളം. എനിക്കുറപ്പാ. അല്ല, കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ, സംസാരിച്ച് കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കിക്കൂടെ? ഒന്നും ക്ലിയർ ആവില്ല. അയാൾ ശരിയല്ല. എനിക്ക് സ്നേഹിക്കണം, മരണം വരെ കൊതി തീരെ സ്നേഹിക്കണം. നമ്മുടെ ബന്ധം മറ്റാരും അറിയില്ല. നമുക്ക് തമ്മിൽ എപ്പോഴാ ഒന്ന് കാണുന്നേ? എനിക്ക് കാണാൻ കൊതിയാകുന്നു. ചേട്ടൻ എന്നെ കാണണ്ടേ? ഓ പിന്നെ, ഞാനെപ്പോഴാ റെഡി. ആ ഈ ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ചേട്ടനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നേരിൽ വന്നാ എന്താ എനിക്ക് തരിക? എന്ത് വേണമെങ്കിലും തരാലോ. പെട്ടെന്ന് വരുവോ? എന്ത് വേണമെങ്കിലും തരുമോ? പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ തരും. എന്നെ എടുത്ത് മടിയിലിരുത്തി ഒരു ഉമ്മ തരൂ. ഹലോ ഹലോ, എന്താ ഒന്നും പറയാത്തേ? എന്നാ ഞാനൊരു ഉമ്മ തരട്ടെ. ആ ചുണ്ടിലും നെഞ്ചിലും ചക്കര ഉമ്മ. ആ ഉമ്മ ഉമ്മ, ചക്കര ഉമ്മ. എനിക്ക് ചേട്ടനെ കാണാൻ കൊതിയാവോ? ഞാൻ രാത്രി വിളിക്കാം. ആ, അപ്പം നമുക്ക് വീഡിയോ കോളിൽ സംസാരിക്കാം. ചേട്ടൻ എന്നെ മതിയാവോളം കാണണ്ടേ? കാണുമല്ലോ കാണണമല്ലോ. ആ സഹദേവ കേട്ടോ, ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ കിട്ടിയില്ലല്ലേ? അതാ ഉറക്കാൻ വരാഞ്ഞ്. അടിച്ചടാ, പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണെന്നാ തോന്നണത്. ഇന്നെന്താ മുഖത്തിന് വല്ലാത്തൊരു ഉഷാറ്? എന്ത് പറ്റി സഹദേവേട്ടോ? എന്തോ തടഞ്ഞിട്ടുണ്ട്, അതാണ് ഈ ലക്ഷണം കാണിക്കണത്. ഉം, ഉം. എന്താണ് പറയേ? നീയൊക്കെ ഫോണിലിരുന്ന് കുത്തി കുത്തി സൊല്ലൂലേ, ഇനി ഞാനും കുറച്ച് സൊല്ലട്ടെ. തെളിച്ച് പറയുന്നു സഹദേവേട്ടോ. അങ്ങനെ നിങ്ങൾ എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടണ്ട. അങ്ങനെ നിങ്ങളത് കേട്ട് സൂഹിക്കുകയും വേണ്ട. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, വെള്ളർ ബാബുനോ അതോ മോഹനനോ? നല്ല പാട്ടാണ് കേട്ടോളി. വെള്ളർ ബാബുനോ അതോ മോഹനനോ? നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ഹലോ, എന്റെ കൂട്ടം കിടന്നോ? കിടന്നു എന്ന് പറയാം, പക്ഷെ വിളിക്കാന്ന് പറഞ്ഞത് കാരണം ഉറക്കം വന്നില്ല എന്ന്. അതെന്താ, എന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? പിന്നെ ഇഷ്ടം ഇഷ്ടം മാത്രല്ലേ ഉള്ളൂ. എനിക്കും സ്നേഹിക്കാൻ കൊതിയ. ഞാൻ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങി. ഒടുവില് ഒരുത്തേനെ ചതിച്ചിട്ട് പോയി. നിങ്ങളും ചതിക്കൂ. ലോകത്തിലെ ഒരു ശക്തിക്ക് പോലും നമ്മളെ പിരിക്കാനാവില്ല ഏട്ടാ. ഏട്ടനെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ഞാൻ വീഡിയോ കോളിൽ വിളിക്കട്ടെ? അല്ല, അവിടെ അടുത്ത് ഭർത്താവില്ലേ? അയാളും ഞാനും ഒരുമിച്ച് കിടന്ന അത് ദൈവത്തിന് പോലും പിടിക്കില്ല. 2 പേരും 2 മുറിയിലാ. കുട്ടികൾ ഒരുമിച്ച് മറ്റൊരു മുറിയിലും. ഞാനിവിടെ ഒറ്റയ്ക്കാ. ഞാൻ വീഡിയോ കോൾ വിളിക്കാൻ പോവാട്ടോ. വിളിക്കാം വിളിക്കാം വിളിക്കാം. ഹായ്, ഹലോ, ഹലോ, ഹായ്, ഹലോ, 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 ഹലോ. ഹായ്, എന്താന്നും മിണ്ടാത്തെ?
വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. आप जिस व्यक्ति को कॉल कर रहे हैं वह The number you are calling is currently switched off. Try later. जिस नंबर से आप संपर्क करना चाहते हैं वह अभी switched off है. कृपया कुछ समय पश्चात प्रयास करें.